നടൻ കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗം വിശ്വസിക്കാനാകാതെ ഞെട്ടലിലാണ് സിനിമാ ലോകമടക്കം. ഇന്നലെ ചോറ്റാനിക്കരയിൽ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണ നിലയിലാണ് നവാസിനെ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം ഇന്ന് രാവിലെ നടക്കും. 8:30 ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി 10 മണിയോടെ പോസ്റ്റ്മോർട്ടം നടത്തും. അശ്വതി ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അതിനു മുൻപ് ഹോട്ടൽ ഓണറുടെ പ്രതികരണത്തിലേക്ക്. ഷൂട്ടിംഗ് കഴിഞ്ഞ് ചെക്കൗട്ടാന്ന് പറഞ്ഞിരുന്നു. പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു പറഞ്ഞല്ലോ. അങ്ങനെ 3 റൂമാണ് ഇവിടെ എടുത്തിരുന്നത്. ഒരു റൂമിൽ ആള് ചെക്കൗട്ട് ആയി പോയി. 209 നവാസ് താമസിച്ചത്. അപ്പം പുള്ളി ചെക്കൗട്ട് ആകത്തിന്റെ പേരിൽ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെന്ന് റൂമിൽ നോക്കി കഴിഞ്ഞപ്പോൾ റൂമിൽ നോക്കിയില്ല. ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ റൂം തുറന്നില്ല. അങ്ങനെ റൂം പോയി ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ആള് തറ കിടക്കുമായിരുന്നു. അങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോളർ അവിടെ വിളിച്ചു പറഞ്ഞ് അവരെത്തി ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആള് ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചത് അറിഞ്ഞില്ല. ഏത് ദിവസം അദ്ദേഹം റൂം എടുത്തത്? 25 തീയതി. വേദന ഹോസ്റ്റലിലേക്ക് പോയി. ഹോട്ടലിലെ ജീവനക്കാരും സിനിമയുടെ ആൾക്കാരും കൂടിയാണ്. അശ്വതി ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അശ്വതി, മലയാള സിനിമയിലെ ആ ചിരിയുടെ സൗമ്യ മുഖം അപ്രതീക്ഷിതമായി അങ്ങ് ഇല്ലാതായിരിക്കുന്നു. അദ്ദേഹത്തിന് വിയോഗം സംഭവിച്ചിരിക്കുന്നു. ഈ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് അദ്ദേഹവുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ അടക്കമൊന്നും ഇല്ലായിരുന്നു, സന്തുഷ്ടനായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ 51-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ, ഈ ഒരു ദുരവസ്ഥ സംഭവിച്ചു എന്നത് നമുക്കെല്ലാം അറിയാനുള്ള ആകാംക്ഷയുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പോസ്റ്റ്മോർട്ടം നടപടികളടക്കം കഴിഞ്ഞാൽ മാത്രമേ അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? തീർച്ചയായും സ്വപ്ന, പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മാത്രമേ എന്താണ് മരണകാരണം എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ഇന്നലെ ഉണ്ടായിരുന്ന ഒരു അഭിപ്രായം, പ്രാഥമികമായ നിഗമനം ഹൃദയാഘാതം പോലുള്ള എന്തോ ആണ്. അതായത് ഹൃദയാഘാതം ഉണ്ടാകാനാണ് സാധ്യത എന്ന്, അങ്ങനെയാണ് ഒരുപക്ഷെ അദ്ദേഹം കുഴഞ്ഞു വീണിരിക്കുക എന്നതാണ് ഇന്നലെ ഉണ്ടായിരുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം. പക്ഷേ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമാണ്, റിസൾട്ട് വന്നതിന് ശേഷമാണ് നമുക്കത് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് 10:30 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോകും. ഇന്നലെ രാത്രിയോടെയാണ് കലാഭവൻ നവാസിനെ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണ സ്ഥിതിയിൽ കണ്ടെത്തുന്നത്. അദ്ദേഹം ഇന്നലെ അവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യേണ്ടതായിരുന്നു, മുറി ഒഴിഞ്ഞു പോകേണ്ടതായിരുന്നു. പക്ഷെ അത് വൈകിയതിനെ തുടർന്നാണ് ഹോട്ടൽ ഉടമയും സുഹൃത്തുക്കളും എല്ലാം തന്നെ അവിടെ പോയി നോക്കുകയും വിളിച്ചിട്ടും കിട്ടിയിരുന്നില്ല. അപ്പൊ അങ്ങനെ നോക്കുകയും അദ്ദേഹം തറയിൽ കുഴഞ്ഞ് വീണ് കിടക്കുന്നത് കാണുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. ഇന്ന് അദ്ദേഹത്തിന്റെ പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി സമയം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷെ അദ്ദേഹം വളരുകയും വലിയ കലാകാരനായി ഉയർന്നു വരികയും ചെയ്തിട്ടുള്ള കലാഭവനിലാണ് ഇന്ന് പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും അതിനുശേഷം വൈകുന്നേരം 4:30 മണിയോടെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഖബറടക്കം. 4:30-5 മണിക്ക് ശേഷമായിരിക്കും ഖബറടക്കം ഉണ്ടാവുക. കേരളത്തിൽ മലയാളത്തിലെ വലിയ കലാകാരൻ തന്നെയാണ്. മിമിക്രി രംഗത്ത് നിരവധി സ്റ്റേജുകൾ കീഴടക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. കീഴടക്കിയ കലാകാരനാണ്. അതിനുശേഷം സിനിമയിലേക്ക് വരുന്നു. സിനിമയിലും ഒട്ടനവധി സിനിമകളുടെ ഭാഗമാകുന്നു. ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിരുന്നു. ഹാസ്യ കഥാപാത്രങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ കലാകാരന്മാരാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ കലാകാരനായിരുന്നു, നാടക പ്രവർത്തകരും നാടക അഭിനേതാവും സിനിമ നടനും ഒക്കെയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ നിയാസ് മിമിക്രിയിലും അതുപോലെ തന്നെ സിനിമാ രംഗത്തും പ്രാഗൽഭ്യം തെളിയിച്ച ആളാണ്. ഏതായാലും വലിയ ഒരു സുഹൃത്ത് വലയം കൂടി അദ്ദേഹത്തിന് കൊച്ചിയിലുണ്ട്. ഇവരൊക്കെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് കലാഭവനിൽ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും പരിചയക്കാരും ആരാധകരും ഒക്കെ ആയിട്ട് നിരവധി ആളുകളുണ്ട്. അവരെല്ലാവരും കലാഭവനിലേക്ക് എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. 10:30 മണിക്ക് ശേഷമായിരിക്കും ഇന്നത്തെ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാവുക. സ്വപ്ന.
മലയാളി ഇന്നും ചിരിപ്പിച്ച, കുടുകുടെ ചിരിപ്പിച്ച, ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു അംഗം പോലെ അങ്ങേയറ്റം പരിചിതമായ ഒരു അയൽപക്കക്കാരൻ എന്ന രീതിയിലൊക്കെ നമുക്കെപ്പോഴും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചിരിയുടെ, എപ്പോഴും ചിരിയുമായി നിൽക്കുന്ന ആ സൗമ്യ മുഖം. കലാഭവൻ നവാസ് അന്തരിച്ചു. ഇന്നലെ രാത്രി വൈകിയാണ് അദ്ദേഹത്തിൻ്റെ മരണവിവരം പുറത്തു വന്നത്. എന്തായാലും എന്ത് കാരണം കൊണ്ട് അദ്ദേഹത്തിന് മരണം സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും, അതിൻ്റെ വിവരങ്ങളെല്ലാം ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അശ്വതിയാണ് വിവരങ്ങളുമായി ചേർന്നത്.